ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് ഇറ്റലി? വിദ്യാഭ്യാസത്തിനും ജോലി ചെയ്യാനും മൈഗ്രേറ്റ് ചെയ്തു വരാനും എന്തുകൊണ്ട് ഇറ്റലിയെ ചൂസ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. എഡ്യൂക്കേഷൻ ഏത് മാതാപിതാക്കളുടെയും ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇറ്റലി. ബെസ്റ്റ് ഓപ്ഷനാണ് ഇറ്റലി. കാരണം നല്ല വിദ്യാഭ്യാസം നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ഇറ്റലിയിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതും വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ പഠിക്കുക എന്നുള്ളതാണ് ഇറ്റലി എന്ന രാജ്യത്തെ ചൂസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇറ്റലി ഗവൺമെൻറ് നമുക്കിവിടെ സ്കോളർഷിപ്പ് തരുന്നതാണ്. രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട് അത് തരുന്നത്. ഒന്ന് മെറിറ്റ് ബേസ് ചെയ്തിട്ടും രണ്ടാമത് ഫാമിലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. മെറിറ്റ് ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ കുട്ടിയുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുക. നല്ല മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് നല്ല മാർക്കുകളാണ് സ്കോളർഷിപ്പ് ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നതാണ്. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആ സ്കോളർഷിപ്പ് കൂടി പഠിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് കുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മുന്നോട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ ഫാമിലിക്ക് പറ്റാത്തൊരവസരത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഗവൺമെൻറ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തരുന്നൊരു സ്കോളർഷിപ്പാണത്. ആ ഒരു സ്കോളർഷിപ്പിനെ കുട്ടിയുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് അങ്ങനെ ഒരു റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ ഒരു ഇത് ചെയ്യുന്നത്. ആ പാരൻസിൽ ഒന്നില്ലെങ്കിൽ മാതാവോ പിതാവോ ആരെങ്കിലും ഇവിടെ വേണം. അങ്ങനെയാണ് ആ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലെ ലീവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഇവിടെ ഇറ്റലിയിലെ ലീവിങ് എക്സ്പെൻസ്. പിന്നെ ലീവിങ് എക്സ്പെൻസ് കൂടുന്നതും കുറഞ്ഞതും നമ്മൾ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിയിൽ വളരെ ലീവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. താമസിക്കുന്നതിനും ഭക്ഷണത്തിനും എല്ലാത്തിനും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഏത് കാര്യത്തിനായാലും വളരെ ലീവിങ് എക്സ്പെൻസ് കുറഞ്ഞൊരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയെ ചൂസ് ചെയ്യുന്നതിന് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ ഇറ്റലിയിൽ ആർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാവുന്നതാണ്. ജോലി ചെയ്യുന്നതിനുള്ള സാലറിയും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മൈഗ്രൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇറ്റാലിയൻ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇറ്റലി ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ലോകപ്രസിദ്ധമായ പല ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഇറ്റലിയിൽ എവിടെ വേണമെങ്കിലും പോവാം, അവിടുന്ന് സ്ഥലങ്ങൾ കാണാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയുള്ളതാണ്. പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പ്ലേസാണ് ഇറ്റലി. നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ആയിരിക്കില്ല നമുക്ക് കിട്ടുക. എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി നമുക്ക് കിട്ടും. ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു വലിയൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു യൂറോപ്യൻ രാജ്യത്ത് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇറ്റലി. അങ്ങനെ നോക്കുന്ന എല്ലാവർക്കും വെൽക്കം ടു ഇറ്റലി. താങ്ക്സ്.